കുലദേവതയെ വെച്ച് പണിയെടുപ്പിക്കുന്ന ഒരുപാട് ഉപാസകരുണ്ട്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ശക്തിയായിട്ട് അത്രമാത്രം അങ്ങോട്ട് 9 പേരുടെ പോയി ദീക്ഷ മേടിച്ച് ലക്ഷങ്ങൾ ചിലവാക്കി. 9 പേരുടെ ദീക്ഷ എന്നിട്ടും ദീക്ഷയും മേടിച്ച് 13 ദേവികളെ കൂലിക്കും വാങ്ങിക്കൊണ്ട്. എന്നിട്ട് ദേവികളുടെ മന്ത്രം ചൊല്ലുമ്പോൾ ദീക്ഷ പറഞ്ഞു കൊടുത്ത ആൾ മന്ത്രം പറഞ്ഞു കൊടുക്കുമല്ലോ. ആ മന്ത്രം ആ ദേവതയുടെ മന്ത്രം പറഞ്ഞു കൊടുക്കും. ആ മന്ത്രം ചൊല്ലുമ്പോൾ ദേവത വന്ന് തൂക്കി അടിച്ചിട്ടിട്ട് അങ്ങോട്ട് പോകും പറയും. ഐശ്വര്യവതിയായിട്ട് ഞങ്ങൾക്ക് സമ്പൽ സമൃദ്ധി പ്രശസ്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുത്തുന്നത്. കൂടോത്രവും കൈവശവും ഒക്കെ ചെയ്യിപ്പിക്കാനുള്ള ഒരു ശക്തി ദുർഗയിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയെടുക്കുക. സ്വയം പുതിയ പുതിയ മന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ വരുന്നവർക്കൊക്കെ ദീക്ഷ കൊടുക്കുക. വേണ്ടാതിനെ മുഴുവൻ പ്രവർത്തിച്ച് ഇനി അത് ആ വിഗ്രഹത്തിലിരുന്ന് കഴിഞ്ഞാൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അയാളുടെ ഒരു ശിഷ്യനാണ് പിന്നീട് അത് കൊണ്ട് നടത്താൻ ശിഷ്യനും അയാളുടെ ഭാര്യയും കൂടെ അവരൊന്നായി ചേർന്നിട്ട് അവർ കൊണ്ട് നടത്തുക. ആ ദേവിയെ ഞാൻ കുലദേവിയായി കാണുന്നു. ഈ അമ്മയെ എൻ്റെ അമ്മയായി ഞാൻ കാണുന്നു. അമ്മയായി എന്നേ ഉള്ളൂ, അമ്മയെ പോലെ എന്നൊക്കെയുള്ളൂ. എൻ്റെ അമ്മ തന്നെ ആവില്ല. ചിലർ പറയില്ലേ, പ്രസവിച്ച അമ്മയ്ക്ക് ആ പ്രസവ വേദനയുടെ വേദന പോലെ ഉണ്ണിയുടെ ഉള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. ആത്മാവിലും കൂടെ ബന്ധം വരണം ഏത് കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ച്. എനിക്ക് ആത്മബന്ധം ഉള്ളത് കൊണ്ടാണ് എല്ലാ ശക്തികളോടും എനിക്ക് അങ്ങോട്ട് അവരോട് മക്കളെന്ന രീതിയിലോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ എന്ന രീതിയിൽ എനിക്ക് പൂർണ്ണമായി അവരോട് കാര്യങ്ങൾ പറയാനും അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഒരുപാട് ഉപാസകരുണ്ട്. കുലദേവതയെ വെച്ച് പണിയെടുപ്പിക്കുന്ന ഒരുപാട് ഉപാസകരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഗതി പിന്നീട് എന്തായിരിക്കും? അതായത് ദുർമന്ത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദം ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം ദേവതയെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കാനും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും? അത് ഒരു എന്താ പറയുക, അറിവില്ലായ്മ എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് വിചാരിച്ച് അത് ഞാൻ എല്ലാം ആണെന്ന് ധരിച്ചു പോകും ചിലപ്പോൾ. കാരണം ആ ശക്തിയുടെ ഒരു പവർ അവരുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ശക്തിയായിട്ട് അത്രമാത്രം അങ്ങോട്ട് അലിഞ്ഞു ചേർന്നിട്ടില്ല. ലയാവസ്ഥയിലായാലല്ലേ. അപ്പോൾ ഈ സാധകന്മാരെന്ന് പറയുമ്പോൾ സാധിക്കാൻ വേണ്ടി മാത്രം. ഉപാസകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയും. ഒരു ഉപാസകൻ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം അമ്മയായിട്ടാണ് സങ്കല്പിച്ച് അദ്ദേഹം ഉൾക്കൊള്ളുന്നു, കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ അമ്മയുടെ സ്ഥാനത്ത് ആ ശരീരത്തിലേക്ക് പുത്രനിലേക്ക് പ്രവേശിക്കുക അമ്മ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതേപോലെ അല്ല ഈ എന്നെക്കൊണ്ട് കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മഹാമാന്ത്രികൻ വന്നിരുന്നു. അദ്ദേഹം ഈ കല്ലടിക്കോട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഉള്ള ദീക്ഷ മേടിച്ചിട്ട് വന്നു. 9 പേരുടെ പോയി ദീക്ഷ മേടിച്ച് ലക്ഷങ്ങൾ ചിലവാക്കി. എന്നിട്ടും ദീക്ഷയും മേടിച്ച് 13 ദേവികളെ കൂലിക്കും വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ദേവികളുടെ മന്ത്രം ചൊല്ലുമ്പോൾ ദീക്ഷ പറഞ്ഞു കൊടുത്ത ആൾ മന്ത്രം പറഞ്ഞു കൊടുക്കുമല്ലോ. ആ മന്ത്രം ആ ദേവതയുടെ മന്ത്രം പറഞ്ഞു കൊടുക്കും. ആ മന്ത്രം ചൊല്ലുമ്പോൾ ദേവത വന്ന് തൂക്കി അടിച്ചിട്ടിട്ട് അങ്ങോട്ട് പോകും പറയും. പക്ഷെ മൂപ്പർക്ക് അങ്ങോട്ട് അനുഗ്രഹിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുലദേവത ഇവിടെ ഇരിക്കവേ വേറെ ദേവതകളെ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ കുലദേവതയുടെ ആജ്ഞയില്ലാതെ മറ്റുള്ളവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കുലദേവതയായിട്ട് അറിയണമില്ല ഈ കക്ഷി. മനസ്സിലായോ? അപ്പോൾ ഈ കളരിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ കളരി പരമ്പര ദേവത എന്ന് പറയും. ഭദ്രകാളിയാണല്ലോ എല്ലാവരും സങ്കല്പിച്ച് വെക്കുന്നത്. പക്ഷേ ഭദ്രകാളി പല രൂപഭാവങ്ങളിലാണ് എല്ലാവരിലും നിറയുന്നത്. യുദ്ധഭാവത്തിൽ വരുന്ന ആളിൻ്റെ അടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ട ആളാണ്. ആ ആളിനെ സാന്ത്വനിപ്പിച്ചൊക്കെ ആണല്ലോ പോറ്റിമാർ ഓരോ സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഇതാക്കുന്നത്. ഐശ്വര്യവതിയായിട്ട് ഞങ്ങൾക്ക് സമ്പൽ സമൃദ്ധി പ്രശസ്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുത്തുന്നത്. ആ ചൊല്ലി പറഞ്ഞിരുത്തുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് അവരവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യുദ്ധത്തിന് കൊണ്ടുപോകുന്ന ആൾക്കാരെ യുദ്ധദേവതയെ സാന്ത്വനിപ്പിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് കാരണവന്മാർ മരിച്ചു പോയിട്ടുണ്ടാവും. ഇവരെടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പരമ്പരയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്കൊന്നും അറിയൂല. എന്നാൽ അത് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട ദേവജ്ഞന്മാരാണ്. അവർക്കൊട്ട് ഇവർ തെളിവ് കൊടുക്കില്ല. അവരെ തെളിയിച്ചെടുക്കാനുള്ള കാഴ്ചശക്തി മറ്റേ ആൾക്കും വേണമല്ലോ. അതായത് പിന്നെ ഈ പറഞ്ഞ പോലെ ഉപാസകനെന്നോ സാധകനെന്നോ ഒക്കെ പറയുന്ന ആൾക്ക് വേണം. ആൾക്കില്ല കേട്ടോ.
ആ ആള് ദുർഗേനെ, ഇപ്പൊ ഉണ്ണി ചോദിച്ച പോലെ ദുർഗയെയാണ് അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർഗ ഒരു ഘട്ടത്തിൽ ദുർഗയ്ക്ക് തന്നെ ഇയാളോട് വൈരാഗ്യവും ദേഷ്യവും വെറുപ്പുമായി. ഈ പറഞ്ഞ പോലെ സാത്വികമായ ദുർഗയെ മറ്റ് രജസം താമസത്തിലേക്കും ഒക്കെ കൊണ്ടുപോയി കൂടോത്രവും കൈവശവും ഒക്കെ ചെയ്യിപ്പിക്കാനുള്ള ഒരു ശക്തി ദുർഗയിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയെടുക്കുക. സ്വയം പുതിയ പുതിയ മന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ വരുന്നവർക്കൊക്കെ ദീക്ഷ കൊടുക്കുക. അവസാനം പടുമരണമായി ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ആ മറ്റേ കക്ഷികളിലൂടെ വന്നിട്ട് പറഞ്ഞ ആ ദുർഗാദേവിയുടെ വിഗ്രഹം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ദുർഗയെ ആ വിഗ്രഹത്തിൽ നിന്ന് എന്താ പറയുക സ്വതന്ത്രമാക്കി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. കാരണം ഇത്രയും നല്ലൊരു സാത്വിക ഭാവത്തിനെ എടുത്തു വെച്ചിട്ട് വേണ്ടാതിനെ മുഴുവൻ പ്രവർത്തിച്ച് ഇനി അത് ആ വിഗ്രഹത്തിലിരുന്ന് കഴിഞ്ഞാൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അയാളുടെ ഒരു ശിഷ്യനാണ് പിന്നീട് അത് കൊണ്ട് നടത്താൻ, ശിഷ്യനും അയാളുടെ ഭാര്യയും കൂടെ അവരൊന്നായി ചേർന്നിട്ട് അവർ കൊണ്ട് നടത്തുക. അപ്പോൾ അങ്ങനെ ഇരുത്താൻ പാടില്ലല്ലോ. അപ്പോൾ അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് അത് എന്താ പറയുക കൈകാര്യം ചെയ്യേണ്ട കാലവും വന്നു. അപ്പോൾ ദുർഗയെ ഒഴിവാക്കി അതിൽ നിന്ന്, ആ വിഗ്രഹത്തിൽ നിന്ന്. ഇവരോട് പറഞ്ഞു ദുർഗയെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇത്രയും കാലം എന്താ പറയുക ഒരാളെ സേവിച്ചു സംരക്ഷിച്ചും ഒക്കെ പോന്നു. പക്ഷെ അയാൾ ചെയ്തത് മുഴുവനും ഇതായതുകൊണ്ട് ദുർഗ നല്ല അടിയും കൊടുത്തു. പടുമരണമല്ലേ വാങ്ങിക്കൂട്ടി. സ്വയം ആത്മഹത്യ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വലിയ മാന്ത്രികനാണ്. അപ്പം അങ്ങനെ അയാളുടെ നിന്ന് ദീക്ഷ വാങ്ങിക്കൊണ്ട് പോയവർക്കൊന്നും പൂർണ്ണതയില്ല. അയാൾ പിന്നെ ഈ ദീക്ഷ കൊടുത്തവർക്കൊക്കെ പിന്നെ അനാഹതചക്രം കെട്ടിയിട്ടാണ് വിടുക. കാരണം നീ എന്നെപ്പോലെ ആവരുത്, എന്നെ മാതിരി അനുഗ്രഹിച്ച് പൈസ ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ ഗുരുക്കന്മാരാണ് ഇപ്പം അധികവും. അതെങ്ങനെയാണ്? അതെങ്ങനെയാണ്? കുറച്ച് മന്ത്രവും തന്ത്രവും ഒക്കെ പഠിച്ചവർ അതിലേറെ തന്ത്രങ്ങൾ നടത്തും. ദൈവത്തെ വെച്ച് തന്നെ മന്ത്രവും തന്ത്രവും നടത്തി കാര്യസാധ്യങ്ങൾ ചെയ്യും. ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഈ ദൈവത്തിനൊരു സൂത്രം അറിയാൻ പറ്റും, അല്ലേ? നിങ്ങളുമൊക്കെ പ്രയോഗിക്കാറില്ലേ? ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും സൂത്രം പ്രയോഗിച്ച് സ്ഥലം വിടുമെന്ന് പറഞ്ഞ പോലെ അതുമാതിരി ദൈവികതയും ചെയ്യും. ആ സൂത്രം പ്രയോഗിക്കും. അപ്പോൾ ആ സൂത്രം പ്രയോഗിക്കുമ്പോഴത്തേക്കും അവിടെ താങ്ങില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഓരോ എന്താ പറയുക വിഡ്ഢികുഷ്മാണ്ഡങ്ങളാണ് ദൈവികതയെ കൊണ്ട് ഈ ജാതി കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ദുർമാന്ത്രികം അല്ലെങ്കിൽ പശ്യം അങ്ങനെയുള്ള കൈവശം ഇതെല്ലാം യഥാർത്ഥത്തിൽ സത്യമാണോ? ഇവിടെ വരുന്നവർ ഒട്ടുമുക്കാൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ കൂടുതലാണ്. കാരണം ഒരാളെ തറ പറ്റിക്കണമെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ കൊളകളൊക്കെ ഉണ്ടായാൽ പോലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയുക ഓഫീസുകളാണ് അധികം കേന്ദ്രീകരിച്ചിട്ട് ഒരാളെ ചവിട്ടി താഴ്ത്തി മറ്റേ ആൾക്ക് മുകളിൽ കയറണമെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ അടുത്ത കാലത്തത് പേര് നിർദ്ദേശിക്കുന്നില്ല, വേഗമായിട്ട് പറയുന്നു എന്ന് മാത്രം. ഒരു ബാങ്ക് മാനേജരാണ്. അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ല, കേൾവി കുറഞ്ഞു, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യ, അക്കങ്ങളെ കൊണ്ട് അമ്മാനമാടിയ മനുഷ്യന് ഒരു പരിധി കഴിഞ്ഞു. കാരണം 3 പേരെ മറികടന്നാണ് ഇദ്ദേഹത്തിന് പോസ്റ്റ് കൊടുത്തത്. മറ്റവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മാനേജ്മെൻറ്റ് മറ്റവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടൊക്കെ പരമാവധി പണിയെടുപ്പിച്ചു. എന്നിട്ടോ പുറമേ നിന്ന് വന്ന ഒരാൾക്ക് ഈ പോസ്റ്റ് കൊടുത്തു. മറ്റവർ വെറുതെ ഇരിക്കോ? അവർ കാണേണ്ട ആൾക്കാരെ കാണും. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കൈനീട്ടിയിരിക്കുകയാണ്, ഇങ്ങോട്ട് വന്നോളൂ ഞങ്ങൾ എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്തു തരാം. പക്ഷേ ചെയ്തു കൊടുക്കുന്നവനും ചെയ്യിച്ച് വാങ്ങുന്നവനും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ബോധം ഉണ്ടാവണം. ആ ബോധം ഇനി വന്നോണം. പ്രകൃതി തന്നെ കൊടുക്കും ഉറപ്പായിട്ട്. കാരണം പ്രകൃതി അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനേകം പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അടുത്തേക്കും വരുന്നുണ്ട്. സ്വന്തം ഭാര്യമാർ ഭർത്താക്കന്മാരെ കൈവശം കൊടുത്തിട്ട് എൻ്റെ കാൽച്ചോട്ടിൽ നിൽക്കണം, എൻ്റെ കൺട്രോളിൽ നീ നിന്നോളണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വിഷമല്ലേ കുഞ്ഞെ? മന്ത്രത്തെ വിഷമാക്കിയിട്ടാണ് ഉള്ളിൽ കൊടുക്കുന്നത്. ആ വിഷം സർപ്പത്തിൻ്റെ വിഷത്തെക്കാളും വലുതാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അപ്പം ചോദിക്കും ഇങ്ങനെ, ആദ്യകാലം പോലെ ആയുർവേദം തന്നെ നിഷ്കർഷിക്കുന്നതാണ് കൈവിഷം എന്ന് പറയുന്ന ഒരു സാധനം. മാന്ത്രികതയിൽ ഉണ്ടാക്കുന്നതാണ് വിഷം. ദിവ്യ ഔഷധങ്ങളുണ്ട്. ഭഗവാൻ ദിവ്യ ഔഷധങ്ങളാണ് കൊടുക്കുക, അല്ലേ?
സാക്ഷാൽ മഹേശ്വരൻ കൊടുക്കുന്നത് ദിവ്യ അമൃതമാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ദിവ്യ ഔഷധമാണ്. മാന്ത്രിക ഔഷധമുണ്ട്, ദിവ്യ ഔഷധമുണ്ട്. അതുപോലെ ഔഷധം പല തരത്തിലുണ്ട്. ദൈവീകതത്തിന് അനേക രൂപത്തിലുണ്ട് ഔഷധങ്ങൾ. അപ്പോൾ ഇത് ദൈവീകം മനുഷ്യൻ്റെ നിഷ്കളങ്കതയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ അവനിപ്പോൾ അതെല്ലാം എടുത്ത് പെരുമാറി വേണ്ടാത്ത കൊല്ലാപ്പത്രയും ഉണ്ടാക്കി വെക്കേണ്ട. അപ്പോൾ ഇവിടെ വരുന്ന അനേകം പേർ വേറെ ഒന്നല്ല കൊടുക്കുക, ഒരു ഇളനീര്, ഒരു കഷ്ണം കൽക്കണ്ടം, അത്രയേ ഉള്ളൂ. അവരെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കും. ചിലർക്ക് ഛർദ്ദിച്ചു പോയാലേ വിശ്വാസം വരുള്ളൂ എന്ന് പറയുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഛർദ്ദിക്കാൻ വിടും. ചിലർക്കല്ല അലിഞ്ഞു പോയാൽ മതി എന്നവർ പറയും. അങ്ങനെയുള്ളവർക്ക് അലിഞ്ഞ് എന്താ പറയുക, ഇതിൽ കൂടെ വേസ്റ്റിൽ കൂടെ അങ്ങനെ പോകും. അപ്പോൾ അവർക്ക് ശരീരത്തിൽ, കാരണം ഇവിടെ കിടക്കുന്ന സാധനത്തിന് തിരിച്ച് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നവരാണെങ്കിൽ അല്ലാതെ പോയാൽ മതി. ഓരോരുത്തരുടെ വിശ്വാസം ഓരോ രീതിക്ക് അനുസരിച്ചിട്ടല്ലേ. അപ്പോൾ അതന്നെ. അതുപോലെ കൂടോത്രങ്ങൾ ഭയങ്കരമാണ്. ഒരു വലിയ പേരും പെരുമയുള്ള ഒരു പോറ്റിയെ വേറൊരു പോറ്റി കൂടോത്രം ചെയ്തിട്ട് തമർത്തു. ഇവിടെ വന്ന് അത് ഗുരുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടോത്രം ചെയ്യും. ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ ഞാനാണ് ഏറ്റവും വലിയ ഗുരു ചവിട്ടി മെതിച്ച് മുകളിൽ കയറാൻ വേണ്ടി. പക്ഷെ ഈ ഗുരുവിനും ഒക്കെ മേലെ ഒരു ഗുരു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഒരു ചൊല്ലുണ്ട്, എൻ്റെ ദേവാലയത്തിൽ തന്നെ നിന്ന് അമ്മമാർ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവരുടെ ഒരു കൊളോക്കിയൽ രീതിയുള്ള അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് വരുമ്പോഴത്തേക്കും പറ വെച്ചിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ആ കുടുംബക്കാർ ഒന്നിച്ച് ചേർന്ന് പണമൊക്കെ വീതിച്ചെടുത്തിട്ട് അവർ പറ വെച്ച് വലിയ ഇതൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് അനുഗ്രഹിക്കും. തുള്ളുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ തെക്കോട്ടൊക്കെ, അങ്ങോട്ടൊക്കെ ഉറയുക എന്നൊക്കെ പറയും മധ്യതിരുവിതാംകൂർ കഴിഞ്ഞാൽ. അപ്പോൾ ഈ തുള്ളൽ സംഭവം ഒരു പുരുഷൻ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വേഗം ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ട് പറയാം, പിള്ളേ പിടിക്കിടി, നമ്മുടെ പണം കൊള്ളാം, അവർ കൊള്ളാം, പഴം കൊള്ളാം, കൊല കൊള്ളാം, എല്ലാം കൊള്ളാം, ഞാനും കൂടെ ഒന്ന് തുള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദേവി അനുഗ്രഹിച്ച അല്ലെങ്കിൽ ദേവൻ എഴുന്നള്ളി വരുമ്പോൾ സമയത്ത് ഇവർ തുള്ളുമ്പോൾ ഇവർക്ക് ആ ശക്തി അനുഗ്രഹം കൊടുത്തു എന്നാണ് പുറമേക്ക് വരുത്തി തീർക്കുന്നത്. അപ്പം ഞാനും തുള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു തമാശ രൂപമാണെങ്കിൽ പോലും അതിൽ ചിന്തിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. എൻ്റെ പണം കൊള്ളാം, ഞാൻ കൊടുത്ത കൊല കൊള്ളാം, എല്ലാ കാര്യങ്ങളും അവർക്ക് കൊള്ളാം, അവർ മാത്രം തുള്ളിയാൽ മതിയായി, കുട്ടിയെ പിടിക്കാൻ ഞാനും കൂടെ ഒന്ന് തുള്ളട്ടെ എന്നാണ്. അപ്പോൾ അങ്ങനെ തുള്ളാൻ ആഗ്രഹമുള്ള അനേകം പേരുണ്ട്. വെറുതെ അങ്ങനെ തുള്ളാൻ ആഗ്രഹമുള്ളവർക്ക് തുള്ളിക്കാനുള്ള കൊടുക്കാനും ഉണ്ട്, ഇഷ്ടംപോലെ കൊടുക്കാമല്ലോ. 30 കോടി ആൾക്കാരുണ്ട്. ചിലർ വന്ന് ചോദിക്കും എന്നോട്, അനുഗ്രഹിക്കുമോ, തുള്ളുമോ? എൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കാനേ ഉള്ളൂ. അവർക്ക് എന്താണോ ആഗ്രഹം അത് കൊടുത്ത് തുള്ളി. ഒരാൾക്ക് അനുഗ്രഹിക്കണം, എനിക്ക് പൂപ്പട വരണം, പഴയ കാലത്തുള്ള രീതിക്ക് അനുസരിച്ച് ഞങ്ങളുടെ കുലദേവതയെ കൊണ്ട് പൂർവികരങ്ങനെ ചെയ്തിരുന്നു. പൂപ്പട വാരലും പൊങ്കാല വിളയാടലും അത് അമ്മയുടെ മുന്നിൽ അമ്മ അനുവദിക്കണം. ആയിക്കോട്ടെ, ഒരു ഹാരം കൊടുത്തോളൂ പറഞ്ഞ് ഹാരം കൊടുത്തു, അനുമതി കൊടുത്തു, ഒക്കെ ചെയ്തു. പക്ഷെ ദേവാലയത്തിൽ വെച്ച് തുള്ളണം. ഇപ്പം സാഹിബിനാണ് വന്ന് തുള്ളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളിക്കാലോ നമുക്ക്. ഉണ്ണിക്ക് തുള്ളണമെന്നുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടല്ലോ കുഞ്ഞ്. ദൈവീകം എന്ന് പറയുമ്പോൾ എല്ലാം അല്ലേ. ഒരു ക്ഷേത്രത്തിൽ ചില വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പഴയ കാലങ്ങളിൽ മുതൽ എത്രയോ ക്ഷേത്രങ്ങൾ അന്യാധീനപ്പെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി കിടക്കണം. എന്തുകൊണ്ടാണ്? ദൈവിക ശക്തി അവിടെ നിന്ന് പിൻവാങ്ങിയത് കൊണ്ടല്ലേ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലേ, നൂറ്റാണ്ടുകളും അല്ലേ, ഇപ്പം തന്നെ റിസർച്ച് നടത്തി വരുമ്പോഴത്തേക്ക് 1000 വർഷങ്ങൾക്കും 5000 വർഷങ്ങൾക്കും ഒക്കെ മുൻപ് പഴക്കമുള്ള. അപ്പോൾ ശക്തിക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര മഹത്തായ ക്ഷേത്രമായാലും ആകാശം മുട്ട ഉണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രമായാലും വേണ്ടാന്ന് വെച്ചാൽ വേണ്ട തന്നെ. ഇതേപോലെയാണ് ഇരിക്കാൻ ആഗ്രഹമെങ്കിൽ അതുപോലെ ഒന്നിരിക്കും. ഇനി ഇതെല്ലാം കളഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് കടലോരത്ത് പോയിട്ട് ആ കടൽക്കാറ്റുമായിട്ട് സമാധാനമായിട്ട് സന്തോഷം അവിടെ ഇരിക്കുക വെച്ചാൽ അത് തന്നെയാണ് സന്തോഷം. അമ്മ ഇരിക്കാറുണ്ട് ഇപ്പോഴും. അതാ, അങ്ങനെയൊക്കെ ഉണ്ട്. ശക്തിക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡായിട്ട് മറ്റൊരു ദിവസം ഇരിക്കാം. താങ്ക് യു. സന്തോഷം.